എല്ലാവർക്കും നമസ്കാരം. ഷാഫീസ് ബ്ലോഗിലേക്ക്. ഇന്ന് നമ്മൾ ഒരു യാത്ര പോകുന്നത് ഒരു മത്സ്യ വിളവെടുപ്പ് നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. മത്സ്യ വിളവെടുപ്പ് എന്ന് പറയുമ്പോൾ അദ്ദേഹം ഈ ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ കൃഷി ചെയ്ത മത്സ്യങ്ങളാണ്. അപ്പോൾ അത് വിളവെടുക്കാൻ പാകമായി. പക്ഷേ അത് വിളവെടുപ്പും അങ്ങനെ മഹോത്സവമായിട്ടൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ വളർച്ചയൊക്കെ എനിക്കും കാണണം. അപ്പോൾ അത് എല്ലാം നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യാത്രയാണ്. ഇത് വിതിര ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ മത്സ്യകൃഷി ചെയ്തിരിക്കുന്നത്. ഇത് പൊന്മുടിയിലേക്ക് പോകുന്ന വഴിയാണ്. അപ്പോൾ ഇതിനടുത്താണ് ആനപ്പാറ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെ നമുക്ക് റൈറ്റിലേക്കാണ് തിരിയേണ്ടത്. വളരെ കുറച്ച് ദൂരമേ ഉള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ ആ കുളത്തിൽ എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് മത്സ്യങ്ങളെ പിടിച്ചുകൊണ്ടിരിക്കുക. ഇവിടെ വന്നാൽ ആവശ്യക്കാർക്ക് ജീവനോടെ വേണമെങ്കിൽ പിടിച്ചു തരുന്നതാണ്. അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. മൊത്തത്തിലുള്ള ഒരു വിളവെടുപ്പല്ല ഇവിടെ ചെയ്യുന്നത്. ആവശ്യക്കാർക്ക് പിടിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഒരു പ്രത്യേകത. ഇവിടെ മത്സ്യം പിടിക്കുന്നത് ഒരു പ്രത്യേക രീതിയിലാണ്. ഈ വല ഈ മൊത്തത്തിൽ നമ്മൾ വറ്റിച്ച് പിടിക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ വല ഇട്ടിട്ട് ആ വല ഇതിലൂടെയാണ് പിടിക്കുന്നത്. എന്തായാലും അത് നമുക്ക് നോക്കാം. നാച്ചുറൽ പോണ്ടാണ്. അപ്പോൾ ഈ മെത്തേഡ് എന്ന് പറയുന്നത് വല ഇതിനകത്ത് കല്ലൊക്കെ കെട്ടിയിട്ട് അങ്ങനെ കുളത്തിനടിയിലേക്ക് ഇടുകയാണ്. ഇട്ടിട്ട് നമ്മൾ കുറച്ചു നേരം വെയിറ്റ് ചെയ്യുമ്പോൾ ഇതൊക്കെ ഇതിനകത്തേക്ക് കയറി വരും. ഇതൊരു നല്ലൊരു മെത്തേഡാണ്. നമുക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡായിട്ട് ഞാൻ കാണുന്നു. കുറച്ചുകൂടെ ഒന്ന് പൊക്കിയാ അതേപോലെ. മത്സ്യം കണ്ടല്ലോ. ആവശ്യക്കാർക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് നേരിട്ട് ഇതുപോലെ വാങ്ങാം. ഇത് എത്ര രൂപയ്ക്കാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്? 230 രൂപയ്ക്കാണ് ഒരു കിലോ. ഇത് നമ്മൾ ഷാവേട്ടിൻ്റെ വാങ്ങിച്ച മീനുകളാണ്. ഇവിടെ ഒരു മിനി അക്വാപോണിക് സിസ്റ്റം കൂടെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് എത്ര മീൻ കിടപ്പുണ്ട്? ഇതിനകത്ത് 100 മീൻ ഇട്ടിട്ടുണ്ട്. 50 അനാബസ്, 50 റെഡ് ബില്ലിയാണ് ഇട്ടിരിക്കുന്നത്. ഒരു 3 മാസം പ്രായമായി. വളർച്ച എങ്ങനെയുണ്ട്? വളർച്ച നല്ല വളർച്ചയാണ്. നല്ല വളർച്ചയുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ കണ്ടു കഴിഞ്ഞല്ലോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, നമസ്കാരം.